ക്രിസ്തുവിന്റെ രാജകീയതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുതിരയെപ്പോലെ കുതിക്കുന്ന ലോകത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അധികാരങ്ങൾ വെട്ടിപ്പിടിക്കണം, വാങ്ങിപ്പിടിക്കണം, ആളുകളുടെ മേലിൽ കുതിര കയറണം എന്നാഗ്രഹിക്കുന്ന കാലഘട്ടത്തിൽ കുതിരയെപ്പോലെ കുതിക്കുന്നവനിലല്ല ദൈവമുള്ളത്, കഴുതയെപ്പോലെ കിതയ്ക്കുന്നവനിലാണ് ദൈവമുള്ളത് എന്ന് ഈ ഒരു തിരുനാൾ നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. കഴുതയെപ്പോലെ കിതയ്ക്കുന്ന മനുഷ്യരും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ചുറ്റുപാടുമായിട്ടുണ്ട്. അവരുടെ നിലവിളികളും കണ്ണുനീരും ഒക്കെയുണ്ട്, വേദനകളും നൊമ്പരങ്ങളും ഉണ്ട്. കുതിരയെപ്പോലെ കുതിക്കുന്ന ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ല ഈശോ പറഞ്ഞു വെക്കുന്നത്. അധികാരത്തിന്റെ, ഗർഭിന്റെ, സമ്പത്തിന്റെ, സമൃദ്ധിയുടെ നടുവിലല്ല ദൈവമുള്ളതെന്ന് ഈ തിരുനാള് നമ്മോട് അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. കഴുതയെപ്പോലെ കിതയ്ക്കുന്ന, കരയുന്ന, നിലവിളിക്കുന്ന, ദൈവമേ രക്ഷിക്കണമേ എന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആർത്തു വിളിക്കുന്ന ഒരു സമൂഹത്തിലാണ് ദൈവമുള്ളതെന്ന് ഇന്നത്തെ ദിനം നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വേദനിക്കുന്ന മനുഷ്യരുടെ നിലവിളികൾ കേൾക്കേണ്ട കടമ നമുക്കുണ്ടെന്ന് ഈ ഒരു തിരുനാൾ നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. സങ്കടങ്ങൾ കേൾക്കേണ്ട ഒരു ദിവസമാണ്, കാലഘട്ടമാണിത്. ചുറ്റും അങ്ങനെയുള്ള മനുഷ്യരെ കേൾക്കണം.